ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ചുവന്നയിഞ്ചി തടമെടുത്ത് നടുവാണ് കേട്ടോ. ഒരു വലിയൊരു തടമൊക്കെ എടുത്ത് ഒരു കൂടുതലായിട്ട് അതിൻ്റെ വിത്ത് ഉണ്ടാക്കാൻ വേണ്ടി നട്ടു വയ്ക്കുവാണേ. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതുന്നു. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ച് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ടുകൾ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ഞാനിവിടെ ഇത്രയും ചുവന്നയിഞ്ചിയുടെ വിത്താണ് നടാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസൊക്കെയുള്ള വിത്താണ്. ഇത് മുളയുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമുക്കൊരു 2-3 പീസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചാണകം കലക്കി വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വിത്തങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ കുതിർന്ന് കിടക്കണം. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ കാക്കച്ചി ഒച്ച ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ. ഇങ്ങോട്ട് ചെറുതായിട്ട് വെയിലടിക്കുന്നുണ്ട്. നമുക്കൊരു തണലുള്ള ഭാഗത്തേക്ക് നീക്കി വയ്ക്കാവേ. ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ തടവൊക്കെ എടുത്തിയ ഭാഗത്തായിട്ട് കുറച്ച് കുമ്മായം കൂടെ ഇട്ട് കൊടുത്തേ. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി ഒരു വളർന്നൊരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ഈ തണ്ടൊക്കെ ചീഞ്ഞ് വീഴുന്നൊരു രോഗം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ തുടക്കത്തിലെ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ pH ഒന്ന് ക്ലിയർ ആയിക്കോളും, കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ തടത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നമ്മൾ ഇതിൽ കൂടെ ബ്ലീച്ചിങ് പൗഡർ കൂടെ ആഡ് ചെയ്താൽ അത്ര നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മൾ കുമ്മായം വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചി ഒരു അരമണിക്കൂർ ചാണകത്തിൽ മുക്കി വെച്ച ശേഷം ഒരു തടിയിലേക്ക് എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. ചാണകമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി തടത്തിൽ ചെറിയ കുഴികളെടുക്കുവാണ് കേട്ടോ. നമ്മുടെ വിത്തിറങ്ങിയിരിക്കാൻ പാകത്തിന് ചെറിയ ചെറിയ കുഴികളെടുക്കുവാണേ. വേനൽക്കാലം ആയതുകൊണ്ട് 1-2 ദിവസം ഇടവിട്ടെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ വിത്തിന് കേടാകാൻ ചാൻസ് ഉണ്ട്. മുളച്ച് കിട്ടണമല്ലോ. സാധാരണയായിട്ട് മഴക്കാലത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലാത്തപ്പോഴും നമുക്ക് നടാം. നമുക്ക് ഒഴിച്ചു കൊടുക്കാനും വെള്ളമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് നടാവുന്നതാണേ. ഈ കാണുന്ന രീതിയിൽ ചെറിയ കൊലച്ചേര് വെച്ച് ചെറിയ ചെറിയ കുഴികളാണ് കേട്ടോ. ഏകദേശം ഈ ഒരു തടത്തിൽ 15 വിത്ത് നമുക്ക് പാകാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഈ തടത്തിലേക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി ഈ കാണുന്ന രീതിയിൽ അടിയോളം വിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കൂടുതൽ വിളവും നമുക്ക് കിട്ടും. പിന്നെ മാക്സിമം അകലെ വിട്ട് നടുവാണെങ്കിൽ അതും നമ്മളെ വിളവിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കുറച്ച് ചാരമാണ് ഇടുന്നത്. നമ്മുടെ ഈ അടുപ്പിൽ കത്തിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള ചാരമാണ്. ചാരം പൊട്ടാഷൊക്കെ കിട്ടാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ. അതുകൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നല്ലവണ്ണം ഒന്ന് നമ്മുടെ കുഴികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മുടെ ഇഞ്ചി വിത്ത് ഇറക്കി വയ്ക്കാവേ. അതിൻ്റെ ആ മുളയുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ പതുക്കെ ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ വിത്തുകളൊക്കെ വെച്ച് കൊടുത്ത ശേഷം കോലിച്ചേര് വെച്ച് തന്നെ പതുക്കെ മൂടിയിടുവാണ് കേട്ടോ. മൂടുമ്പോൾ നടുഭാഗത്ത് ചെറിയൊരു കുഴി കിടക്കുന്നത് നല്ലതാണേ. അപ്പോൾ വിത്തൊക്കെ നട്ട് കഴിഞ്ഞ ശേഷം നമ്മളിതിന് പുതയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉണങ്ങിയ കരിയിലയും പിന്നെ നമ്മുടെ ഈ ചവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ചെറിയ ലെയർ ഇട്ട് കൊടുക്കാവുള്ളേ. ഓവറായിട്ട് ഇട്ട് കൊടുത്താൽ ഇഞ്ചിക്ക് മുളയ്ക്കാൻ താമസം വരും കേട്ടോ. അപ്പോൾ അത് കേടായി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് കാണാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റൂടെ ചെയ്യണേ. പിന്നെ ചുവന്നയിച്ചിക്ക് നമ്മൾ വലിയ കെയറും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അതിൻ്റെ ആ തണ്ട് ചെയ്യുന്ന അസുഖമൊന്നും വരുന്നില്ല. പിന്നെ ഞാനൊരു മുൻകരുതൽ എന്നോണമാണ് കുമ്മായം ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ഇടാനും അതുപോലെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഇനിയും കാണാവേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ എനിക്ക് ഇനിയും മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.